അപ്പോൾ മാഷ് നമ്മളിപ്പം സ്പോർട്സിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് ഇനിയും അതിനെപ്പറ്റിയുള്ള ചില സംശയങ്ങൾ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോളാം. നമ്മുടെ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്തായാലും സിനിമയാണല്ലോ. മാഷെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സിലാണോ കൂടുതൽ താല്പര്യം, സിനിമയോടാണോ കൂടുതൽ താല്പര്യം? അത് രണ്ട് വഴിയല്ലേ. സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ളതാണ്. സിനിമ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നതാണ്, മെക്കാനിക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആണല്ലേ? ഞാൻ അങ്ങനെ ഒരു ബോൺ റൈറ്ററൊന്നുമല്ല. ചില സാഹചര്യങ്ങളിലൊക്കെ നിർബന്ധം വരുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ എഴുതിപ്പോയി എന്നുള്ളതല്ലാതെ ഒരു സാഹിത്യകാരനാവുക അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാവുക എന്നുള്ളൊരു മോഹമൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് സ്പോർട്സിൽ വലിയ മോഹങ്ങളുണ്ടായിരുന്നു. അബ്ദുറഹ്മാനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്, ഒളിമ്പ്യൻ അബ്ദുറഹ്മാൻ. ഞങ്ങൾ ഒരുമിച്ച് പല 7 ടൂർണമെന്റിലും കളിച്ചിട്ടുണ്ട്. റഹ്മാനെ പോലെ ആയി തീരുക എന്നുള്ളതായിരുന്നു എൻ്റെ വലിയൊരു മോഹം. അതെ, പക്ഷേ എനിക്ക് ഒരിക്കലും റഹ്മാൻ ആവാൻ കഴിയില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യമായി. ഞാനത് നിർത്തി. അല്ല, റഹ്മാൻ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ഉണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് അത് നിർത്തിയത് നന്നായി. അപ്പോൾ മാഷിപ്പോൾ ഏകദേശം എത്ര സിനിമകൾ? ഒരു 60 കഴിഞ്ഞിട്ടുണ്ടാവും. കൃത്യമായിട്ട് എത്ര എണ്ണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 60 തിരക്കഥ എഴുതി കഴിഞ്ഞു. 60 തിരക്കഥ സ്വന്തം പേരിൽ, അല്ലാതെ വേറെ എഴുതിയിട്ടുണ്ട് എൻ്റെ പേരിലല്ലാതെ. അതെ, ഗോസ്റ്റ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ, അതൊരു ഈ സിനിമയിൽ പലപ്പോഴും പലർക്കും അത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ 60 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ആയുസിൽ എനിക്കതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ കാരണം? എണ്ണത്തിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി ചെയ്യാൻ കഴിയും. കാരണം ഇനി വളരെ ചെറുപ്പല്ലേ, 40 വയസ്സിൽ താഴെയുള്ള ആളല്ലേ. ഞാനൊക്കെ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായില്ലേ. അപ്പോൾ പിന്നെ ശ്രീനി എന്നോട് മത്സരിക്കേണ്ട കാര്യമില്ല അതിനകത്ത്. അല്ല, അതിനിപ്പോൾ ശ്രീനി ഇപ്പോൾ ഡിമാൻഡുള്ള റൈറ്ററും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിർത്തി അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യം അല്ലല്ല. ഇപ്പം പഴയതുപോലെ നമ്മളിപ്പം വായി തോന്നിയതുപോലെ എഴുതിയിരുന്ന ഒരു പീരീഡ് എല്ലാവരുടെയും ഒരു ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതായത് അതിനെപ്പറ്റി യാതൊരു സീരിയസ്നെസ്സും ഇല്ലാതെ ഒരാൾ എഴുതാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ എഴുതി തന്നെ, എന്നാൽ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന് കഥ ആലോചിച്ചിട്ട് നാളെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പരിപാടിയൊന്നും ഇനി നടക്കില്ല. ഇപ്പോൾ എല്ലാം വളരെ വളരെ പിന്നെ പ്രൊഫഷണൽ സമീപനം മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഒരു വർഷം ഒരു കഥ തന്നെ, ഒരു തിരക്കഥ തന്നെ എഴുതാൻ പറ്റിയാൽ അത് വലിയ ഭാഗ്യമാണ്. അപ്പം നമുക്ക് മാഷ് നാടകങ്ങൾ എഴുതിയിരുന്നല്ലോ തിരക്കഥയിലേക്ക് വരുന്നതിന് മുമ്പ്. അപ്പോൾ എഴുതണം എന്നുള്ള ആഗ്രഹം മാഷ്ക്ക് എന്തുകൊണ്ടുണ്ടായതാണ്? എഴുതണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് ചില സാഹചര്യങ്ങളിൽ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി, ചില ക്ലബ്ബുകൾക്ക് വേണ്ടി നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ചില ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി എഴുതി പോയിട്ടുള്ളതാണ്. പക്ഷേ ആ മെറ്റീരിയൽസൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കോളേജ്, ഹൈസ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ വായിക്കാറുണ്ടായിരുന്നു. പിന്നെ സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ കുറച്ച് അങ്ങനെയാണ്. അപ്പം ഈ നാടകം, കുറേ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല, എഴുതിയിട്ട് സ്വന്തമായിട്ട് എഴുതിയിട്ട് അതിൽ അഭിനയിക്കാറുണ്ടായിരുന്നു? നാടകം, പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിക്കാറില്ല. തീരെ ആളില്ലാതെ ചില സന്ദർഭങ്ങളിലൊക്കെ പെട്ടുപോകും. ഒരു സ്ഥിരം നാടകമായിട്ട് പോകുന്ന ആളുകളുടെ ഇടയിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു. വാസു പ്രദീപ് എന്ന് പറഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് അസുഖം. ഏത് നാടകത്തിലാണ് അത്? ഉടഞ്ഞ വിഗ്രഹങ്ങൾ. ഉടഞ്ഞ വിഗ്രഹങ്ങളിൽ പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ മാഷോട് പറഞ്ഞിട്ടില്ല. ആ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു രസകരമായ നാടകമായിരുന്നു. അതിലൊരു മെൻ്റൽ പേഷ്യൻ്റ് പോലെ ഒരു അല്പം മാനസിക വിഭ്രാന്തികളായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ റോളായിരുന്നു. അപ്പോൾ ആളില്ല, വേറെ ആൾക്ക് ഡയലോഗ്സും അറിയില്ല. അങ്ങനെ അവരുടെ കൂടെ എനിക്ക് പോകേണ്ടി വന്നു. ആ ഡയലോഗുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. വാസുദേവ് ചെരുപ്പ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് സാമ്രാജ്യത്തിൻ്റെ ചെരുപ്പ് കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട്. ദ വേഗബോണ്ട് സോൾ വാണ്ടറിങ് സീക്കിങ് വാല്യൂ ഓഫ് ലൈറ്റ്സ്, അത് പറഞ്ഞിട്ടാണ് അയാളുടെ ഇൻട്രഡക്ഷൻ. അയാൾ ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ നാടകം ദേശാഭിമാനി തിയേറ്റേഴ്സ് എടുക്കുന്നതിന് വേണ്ടി EMSൻ്റെ അടുത്ത് കൊടുത്തിരുന്നു. ബാലൻ കെ നായരും കുറുപ്പേട്ടനെല്ലാം കൂടിയാണ് കൊടുത്തത്. ഞാൻ അതില്ല. അപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ദേശാഭിമാനിയിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ഭ്രാന്തനാണ് ഇതിലത്തെ തത്വസംഹിതയിലും പ്രത്യയശാസ്ത്രജ്ഞ അപഗ്രഥിച്ച് സംസാരിക്കുന്നത്, അദ്ദേഹമാണ് ഇത് നിങ്ങളൊരു പ്രതീകമായിട്ട് വെച്ചിരിക്കുന്നു. ആ ക്യാരക്ടറിനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് EMS പറഞ്ഞു. വളരെ തിരക്കുള്ള സമയത്താണ്. പക്ഷെ അതിലെ ഓരോ കഥാപാത്രത്തിൻ്റെ പേരും രംഗങ്ങളും ആ കഥാഗതിയും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ആ ചുരുങ്ങിയ സമയം കൊണ്ട് വായിച്ച് അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിയത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരു പുസ്തകം വായിക്കുന്നത് നമ്മളിങ്ങനെ ഓരോ പേജ് മറിക്കുന്ന സമയം വേണ്ടു അദ്ദേഹത്തിന് അത്രയും ഭാഗങ്ങൾ. പല തിരക്കുള്ളായ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നതാണ്. അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു, ആ കഥാപാത്രം ആ ഡയലോഗ് അങ്ങനെ പറഞ്ഞ് ഇന്ന വിധത്തിൽ നിങ്ങൾ ഇവിടെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു. അയാൾ ഒരു മെൻ്റലായിട്ടുള്ള ഒരു പേഷ്യൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ക്യാരക്ടറിനെ മാറ്റുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ നാടകത്തെ സ്വീകരിക്കണോ വേണ്ടത്. തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ആ കഥാപാത്രത്തെ മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറ്റാൻ കുറച്ച് പ്രയാസമുണ്ട് സാർ. അത് ഇൻസിഡൻ്റ് അറ്റ് വിച്ച് എന്ന ആർതർ മില്ലറുടെ ഒരു കഥാപാത്രമാണ്. ഇൻസിഡൻ്റ് അറ്റ് വിച്ച് എന്നുള്ള
നാടകത്തിൽ ആർതർ മില്ലർ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് മാറ്റില്ല എന്നല്ല പറയുന്നത്, കഥയിൽ അത് ആവശ്യമാണ്. ആ നാടകം കഥയിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്, വിമതന്മാരുണ്ട്, നിസ്സംഗരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇതിനിടയിൽ പാർട്ടി ആദർശങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതങ്ങനെയായിരുന്നു അവൻ്റെ ക്യാരക്ടർ. 1948 കാലഘട്ടങ്ങളിലെല്ലാം കൽക്കത്ത തീസിസിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇയാളെ പിടിച്ച് ഒരറയിൽ അടച്ചിട്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ പുറത്തു വരുന്നത്. 48 ഉണ്ടായിരുന്ന തീസിസ് കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ആ ചൂടിലും വെളിച്ചത്തിലാണ് അദ്ദേഹം ഇന്ന് ലോകത്തെ നോക്കിക്കാണുന്നത്. പറഞ്ഞതിനെ ഇൻസിഡൻ്റ് അറ്റ് വിച്ചിയിൽ ഇതേപോലെ ഒരു കഥാപാത്രമുണ്ട്. അത് നാസികളെ സഹായിച്ചിരുന്ന ആൾ യുദ്ധകാലത്തിന് ശേഷം യുദ്ധത്തടവുകാരനായി പിടിച്ചാൽ ഇയാളെ ചോദ്യം ചെയ്ത് തൂക്കിക്കൊല്ലുന്നുള്ളതുകൊണ്ട് മൾട്ടി മില്യണറായ കോടീശ്വരനായിട്ടുള്ള അച്ഛൻ ഇയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ആഹാരം മുതൽ എല്ലാം കൊടുത്തുകൊണ്ട് ഒരു നീലാറയിൽ താമസിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം അയാൾ പുറത്തു വന്നപ്പോൾ ഹിറ്റ്ലറുടെ മരണമോ സഖ്യകക്ഷികളുടെ ജയമോ രാജ്യത്തിന് മൊത്തത്തിലുണ്ടായിട്ടുള്ളായിരിക്കുന്ന പരിവർത്തനമോ അറിയാതെ പഴയ കാലത്ത് മാത്രം ജീവിച്ചിട്ടുള്ള ഒരാൾ അന്നത്തെ ആദർശങ്ങൾ വീണ്ടും പുതുമയോടെ വിളിച്ചു പറയുന്നതായിരുന്നു ആ കഥാപാത്രം. നമ്മൾ ഈ കഥാപാത്രത്തെ വെച്ചാൽ ഈ നാടകത്തിന് പിന്നെ ഒരു ഇതില്ല, ജീവനില്ലാതെ പോകും. ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞു പോയി. ശരി. ഞാനത് ഈ ഇപ്പം ജർമ്മനിയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അവിചാരിതമായിട്ട് ഒരിക്കലും ഞാനിങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ജർമ്മനി പോകാനിടയായി. അപ്പം ഒരു ദിവസം പല സ്ഥലങ്ങളിലായിട്ട് പല പരിപാടികളുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിളിച്ചുകൊണ്ട് പോയ ഒരാൾ ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇന്ന് പ്രത്യേകമായിട്ട് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ഞാനപ്പോൾ പറഞ്ഞു, കാർൽ മാർക്സിൻ്റെ വീട് കാണാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അത് ട്രിയർ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ചെറിയ ടൗണാണ്, അവിടെയാണ്. അങ്ങനെ കൊളോൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറേ കിലോമീറ്ററുകൾ ഓടിച്ചിട്ട് വേണം അവിടെ എത്താനായിട്ട്. അപ്പോൾ വളരെ എന്ന് വെച്ചാൽ ഇന്നത്തെ ജർമ്മനി ശരിക്കും പറഞ്ഞാൽ കാർൽ മാർക്സിൻ്റെ ആശയങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയല്ലല്ലോ ഇവിടുത്തെ ജർമ്മനി എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അല്ല, ശ്രീനി പോകുന്ന ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി ഒന്നായതിനു ശേഷമാണോ അതിന് മുമ്പാണ് ആവുന്ന ഘട്ടത്തിലാണ് ഒന്നാണ്. അല്ല, അപ്പോൾ ഈസ്റ്റ് ജർമ്മനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിന്നെ മാർക്സിലും ഒക്കെ വിശ്വസിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു. അതെ, ഈസ്റ്റ് ജർമ്മനി. ഈസ്റ്റ് ജർമ്മനി ഓക്കെ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലുള്ള മതിലുണ്ടല്ലോ, ആ മതിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒന്നാവുന്നതിൻ്റെ ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം. മതിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൊളിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ആ സമയത്ത് ഈസ്റ്റ് ജർമ്മനി ഒന്നായിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ സ്ഥലം കാർൽ മാർക്സിൻ്റെ പേരുള്ള ഒരു സ്ട്രീറ്റ്, അവിടെ ഒരു വീട്, ആ വീട് പിന്നെ ഒരു മ്യൂസിയമായിട്ട് ഈ ഗവൺമെൻറ് സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ഞാനത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ ഈ സ്ഥലവും, കാരണം മാർക്സിനെയും പിന്നെ തത്വശാസ്ത്രത്തെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ നാട്ടിൽ ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ അവരെ ഇതൊന്ന് കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഷൂട്ട് ചെയ്തു. അവരുടെ അനുഭവത്തോടുകൂടി തന്നെ ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ വേറെ ക്യാമറയൊക്കെ വെച്ചിട്ട് ഞാൻ അവരോട് വീഡിയോ ക്യാമറയിൽ. പക്ഷേ നിർഭാഗ്യവശാൽ അത് നാട്ടിലേക്ക് കൊണ്ടുവരാനോ ആ കേസറ്റ് എവിടെയോ കളഞ്ഞു പോവുകയോ ആ ഷൂട്ട് ചെയ്ത ആളത് നഷ്ടപ്പെടുത്തുകയോ ചെയ്തു. അത് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ എതിർക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പോലും ബഹുമാനിക്കുന്ന ആ ഒരു മനസ്സിൽ അവരവിടെ ആ സർക്കാർ കാണിച്ചു എന്നുള്ളതാണ്.